മൈസെൽഫ് സി ആദർശ് ജോസഫ് ട്രിപ്പിളിലെ അക്കൗണ്ടിങ് ഫാക്കൽറ്റിയാണ്. അപ്പം നമ്മളിനി ഒരു പ്രൊഫഷണൽ ഫീൽഡിലേക്ക് കിടക്കുവാണ് അല്ലേ. സി എ ഇൻ്റർ എന്നൊരു ജേണി. പൊതുവേ ഞാൻ പറയാറുണ്ട്, സ്റ്റുഡൻസിനോട് പറയുന്നൊരു ഡയലോഗാണ്, ഇനിയാണ് ശരിക്കും സി എ ലൈഫ് തുടങ്ങുന്നത്. ഇപ്പോൾ സി എ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇതിനൊരു എൻട്രൻസ് മാത്രമാണ്. അപ്പം സി എ ഇൻ്ററിലാണ് നമ്മുടെ സി എ ലൈഫ് ശരിക്കും തുടങ്ങുന്നത്, സി എ ജേണി തുടങ്ങുന്നത്. അപ്പോൾ 2 വഴിയാണ് അതിലേക്ക് സി എ ഇൻ്ററിലേക്ക് വരാനുള്ളത്. ഒന്ന്, ഫൗണ്ടേഷൻ എഴുതുക, എക്സാം പാസ്സാവുക, ജോയിൻ ചെയ്യുക ഇൻ്ററിലേക്ക്, അല്ലെങ്കിൽ ഡയറക്റ്റ് എൻട്രി സ്കീമിൽ വരിക. അപ്പം നമ്മുടെ ഇനി വരുന്ന മെയ് ബാച്ചിൽ, അതായത് 2026 മെയ് അറ്റംപ്റ്റിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളൊരു ബ്രിഡ്ജ്, ഫൗണ്ടേഷൻ കഴിഞ്ഞു ഇൻ്ററിലേക്കുള്ള ഒരു ബ്രിഡ്ജ്, എങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കണം, ഒരു സബ്ജക്റ്റ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്കാർ ഒരു പ്രൊഫഷണൽ കോഴ്സസിലേക്ക് എൻറോൾ ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ അത് തുടങ്ങണം, എന്തൊക്കെ മിസ്റ്റേക്കുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം, അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനും നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ്, അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ എന്തൊക്കെ ഇതിനകത്ത് പഠിക്കാനുണ്ട് എന്നുള്ളത് ഒന്ന് ഓർമ്മപ്പെടുത്താനുമാണ് നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇത് നമ്മൾ 2 സെഷൻസ് ആയിട്ടായിരിക്കും പ്ലാൻ ചെയ്യുക. ഇന്ന് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒന്ന് ഈ സബ്ജക്റ്റിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ, അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് എന്ന പേപ്പർ 1 സബ്ജക്റ്റിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ആയിരിക്കും നമ്മൾ തരുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ എൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പ്ലസ് സബ്ജക്റ്റിൻ്റെ ഒരു ഡെമോ, എങ്ങനെയായിരിക്കും നമ്മൾ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുക എന്നതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷനോടെ നിങ്ങൾക്ക് തരലായിരിക്കും ഉദ്ദേശിക്കുന്നത്. ശേഷം നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സസിൽ നേരിട്ട് കാണും. അപ്പം ഈ ഒരു സമയം പൊതുവേ ഇപ്പം ഇനി അഡ്മിഷൻ, ഫൗണ്ടേഷൻ റിസൾട്ട് വന്ന്, ഡിഗ്രിയുടെയൊക്കെ റിസൾട്ട് വന്നിട്ടായിരിക്കും നമ്മളൊരു ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ചിലപ്പോൾ ഒരു മാസം സമയം ഉണ്ടാവും. ആ ഒരു മന്ത് എങ്ങനെ ടൈം മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം എന്നൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യലാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ പർപ്പസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സി എ ലൈഫിലേക്ക്, സി എ കോഴ്സിലേക്ക് സ്വാഗതം. ഇനിയുള്ളൊരു 8-9 മാസം നമുക്ക് അടിച്ചു പൊളിച്ച് ഒരു ഫാമിലിയായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ക്ലിയർ? അപ്പം പഠിത്തം എങ്ങനെ എൻജോയ് ചെയ്ത് പഠിക്കാമെന്നുള്ളത് നമുക്ക് ട്രിപ്പിളായി വരുമ്പോൾ നമുക്ക് പഠിക്കാം. സോ നിങ്ങൾക്ക് ഈ ഇൻ്ററിലേക്ക് വരുമ്പോൾ ഏറ്റവും ഫെമിലാരിറ്റി ഉള്ളൊരു സബ്ജക്റ്റ് ആയിരിക്കും അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കാരണം ഫൗണ്ടേഷൻ കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിലും ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിലും, ഡിഗ്രി ഡയറക്റ്റ് എൻട്രി ഒരു കൊമേഴ്സ് റൂട്ടിൽ വന്നവരാണെങ്കിലും ഏറ്റവും കൂടുതൽ ഫെമിലർ ആയിട്ട് സബ്ജക്റ്റുകൾ ഒന്നായിരിക്കും അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, നല്ല പരിചയമുള്ളൊരു സബ്ജക്റ്റ്. അല്ലെങ്കിൽ സി എയിലെ ഏറ്റവും കോർ സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ കോർ കോമ്പറ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അക്കൗണ്ടിങ് ആയിരിക്കും. അത് പേരിൽ തന്നെ ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഏറ്റവും കൂടുതൽ നോളജ് വേണ്ട, ഏറ്റവും കൂടുതൽ നമുക്കൊരു ക്ലാരിറ്റി വേണ്ട ഒരു സബ്ജക്റ്റാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം പറഞ്ഞ ഈ ഒരു സി എ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ തന്നെ അക്കൗണ്ടിങ്ങിനെ റിലേറ്റ് ചെയ്യുന്ന ബാക്കി കുറച്ച് സബ്ജക്റ്റുകളും കൂടി ചേരുന്നതാണ് ശരിക്കും ഒരു സി എ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം ഇതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ്. ഇതിൽ ഫൗണ്ടേഷൻ ലെവലിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബേസിക്സ് പഠിച്ചു. എങ്ങനെ ജേണലിൽ അതൊക്കെ റെക്കോർഡ് ചെയ്യാം, എങ്ങനെ അത് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യണം, എങ്ങനെ അതിൽ നിന്ന് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ അതിൽ നിന്ന് P&L ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷനൊക്കെ ചെയ്യണം, ഒരു കമ്പനി അക്കൗണ്ട്സിൻ്റെ ബേസിക്സ്, പാർട്ണർഷിപ്പിൻ്റെ ബേസിക്സ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒരു ബേസിക് ഒരു അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതെല്ലാം നമ്മൾ ഫൗണ്ടേഷൻ ലെവലിൽ പഠിച്ചു, അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് അക്കൗണ്ടിങ് ആണ് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഒറ്റ കാര്യം, ബാക്കി ഇൻ്റർമീഡിയറ്റ് നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ ഇൻകം ടാക്സ് ആണെങ്കിലും GST ആണെങ്കിലും ഡയറക്റ്റ് എൻട്രി സ്കീമിൽ വരുന്ന ആൾക്കാർ ഒന്ന് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, കോസ്റ്റിങ്, ലോ, ഇതൊക്കെ ബാക്കി ഒരു ലെവലിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്നാലും ഫ്രം ദ വെരി ബേസിക്സ് തൊട്ട് തന്നെ നമുക്ക് ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ നമുക്ക് വീണ്ടും പഠിക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ പണ്ട് പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഫ്രം ദ വെരി ബേസ് തന്നെ ഫാക്കൽറ്റീസ് ആ സബ്ജക്റ്റിലേക്ക് കവർ ചെയ്യും. ലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഐഡിയ ഫൗണ്ടേഷനിൽ വേണം, അതിൻ്റെ കുറച്ച് ബാക്കിയൊക്കെയാണ് ഇൻ്ററിൽ വേണ്ടത്. എന്നാലും ഫൗണ്ടേഷനിലെ ലോയ്ക്കൊരു പരിചയമില്ലെങ്കിലും ഇൻ്ററിലെ ലോസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാ ഉള്ളൂ. പക്ഷേ അക്കൗണ്ടിങ് എന്ന പേപ്പർ അങ്ങനെയല്ല. ഈ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് പഠിക്കണമെങ്കിൽ ബേസിക് അക്കൗണ്ടിങ് നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. ബേസിക് അക്കൗണ്ടിങ് മീൻസ് എങ്ങനെയാണ് ഒരു ഫൗണ്ടേഷന് നമുക്കൊരു ബേസ് ക്രിയേറ്റീവാണ് അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്, ആ ഒരു ബേസിക് സ്ട്രോങ് ആയിരിക്കണം. അപ്പം ഈ ഒരു ബാച്ചിൽ ഡയറക്റ്റ് എൻട്രി സ്കീമിൽ എൻറോൾ ചെയ്തിരിക്കുന്ന ആൾക്കാർ, ഇൻ കേസ് നിങ്ങളെ സംബന്ധിച്ച് അക്കൗണ്ടിങ് ഒരു പുതിയ പേപ്പറാണ്, ഇതുവരെ പഠിച്ചിട്ടില്ല, അതായത് BSc മാത്സ്, BA എക്കണോമിക്സ്, ഇങ്ങനെയൊക്കെയുള്ള സ്ട്രീമിൽ നിന്ന് നമുക്ക് സ്റ്റുഡൻസ് വരാറുണ്ട്. അപ്പം ഇതുവരെ അക്കൗണ്ടിങ് പഠിക്കാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കാണുമ്പോൾ ഉടനെ തന്നെ ട്രിപ്പിളൈ കോൺടാക്ട് ചെയ്തിട്ട്, ഞാൻ ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തതാണ്, അക്കൗണ്ടിങ് ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല, അപ്പോൾ സാറ് പറഞ്ഞു അക്കൗണ്ടിങ് പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ച് ഫ്രം ദ വെരി ബേസിക്സ് നമുക്ക് ഇതിനകത്ത് കവർ ചെയ്യാനില്ല, നമുക്ക് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ, ഫൗണ്ടേഷൻ ലെവലിൽ അത് പഠിക്കണം. അപ്പോൾ ഫൗണ്ടേഷൻ്റെ ഒരു റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങളൊന്ന് ചോദിച്ച്
പഠിച്ചു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. അതിൻ്റെ ബേസിക്സ് എങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതായത് ജേണൽ എങ്ങനെ എഴുതണം, ലെഡ്ജർ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ട്രയൽ ബാലൻസ് അതിൽ നിന്ന് പിയാനും ബാലൻസ് ഷീറ്റും എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, പ്ലസ് കമ്പനി അക്കൗണ്ട്സിൻ്റെ ഒരു ബേസിക്സ് കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. അപ്പം ഈ ഒരു സബ്ജക്റ്റ് മാത്രം ഫ്രം ദ വെരി ബേസ് നമുക്ക് കവർ ചെയ്യാനില്ല. കാരണം ഇതൊരു കണ്ടിന്യൂഷൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സബ്ജക്റ്റ് ഫൗണ്ടേഷൻ ഈ കോഴ്സിൻ്റെ ഇതിൻ്റെ പേര് അക്കൗണ്ടിങ് എന്നായിരുന്നു. ഇൻ്ററിലേക്ക് വരുമ്പോൾ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്. അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് പഠിക്കണമെങ്കിൽ ബേസിക് അക്കൗണ്ടിങ് സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ ബേസിക് അക്കൗണ്ടിങ് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഈ ഒരു 1 മന്ത് ഗ്യാപ്പ് ടൈം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഫൗണ്ടേഷൻ ക്ലാസ് മുഴുവൻ എന്ന് കേട്ടാലും നല്ലത്, മിനിമം ഇത്രയെങ്കിലും. അതായത് ഫൗണ്ടേഷനിലെ ചാപ്റ്റർ 2 ആൻഡ് ചാപ്റ്റർ 7 ആൻഡ് ചാപ്റ്റർ 11 കമ്പനി അക്കൗണ്ട്സ്, ഇത് 3 എങ്കിലും ഒന്ന് കവർ ചെയ്തിട്ടിരുന്നാൽ നല്ലതായിരിക്കും. ഫുള്ള് കേട്ടാൽ അത്രയും നല്ലത്. കാരണം സമയമുണ്ട്. അക്കൗണ്ട്സ് ഫൗണ്ടേഷൻ എന്ത് പഠിച്ചിട്ടുണ്ടോ അതെല്ലാം ഒന്ന് പഠിച്ച് വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഒന്നും അറിയാത്ത ഒരാളെ നമുക്ക് ഈ ഒരു അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇരുന്ന് ബേസ് തൊട്ട് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇൻ്റർവ്യൂ തന്നെ നമുക്ക് നല്ലൊരു വോളിയം കവർ ചെയ്യാനുണ്ട്. ബ്രിഡ്ജിൽ അപ്പം ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തുന്നത്, അക്കൗണ്ടിങ് അറിയത്തില്ലാത്ത പഠിക്കാത്ത ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ഈ ഒരു ഡയറക്റ്റ് എൻട്രി സ്കീമിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ഫൗണ്ടേഷൻ കഴിഞ്ഞ ആൾക്കാർ ഇനി ഒന്നും നോക്കണ്ട. കാരണം ഫൗണ്ടേഷൻ മോർ ദാൻ ഇനഫ് ഇൻ്ററിലെ അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് പഠിക്കാൻ. പക്ഷേ ഡയറക്റ്റ് എൻട്രി സ്കീമിൽ നോൺ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണെങ്കിൽ ഈ ഒരു അക്കൗണ്ട്സിൻ്റെ ബേസിക്സ് ഫൗണ്ടേഷൻ ക്ലാസ്സസ് തന്നെ ഒന്ന് റെഫർ ചെയ്തിട്ട് വന്നാൽ നല്ലതായിരിക്കും. ഇനി നമ്മുടെ പേപ്പറിലേക്ക് കിടക്കാം. പേപ്പർ 1, അതിപ്പോൾ ഫൗണ്ടേഷനിലാണെങ്കിലും പേപ്പർ 1 ആണ് അക്കൗണ്ടിങ്, ഇൻ്ററിലാണെങ്കിലും പേപ്പർ 1 ആണ്, ഫൈനലിലാണെങ്കിലും പേപ്പർ 1 ആണ് അക്കൗണ്ടിങ്. ഈ 3 ലെവലിലുള്ള ഒറ്റ പേപ്പർ എന്ന് പറയുന്ന അക്കൗണ്ടിങ് ആണ്. ബാക്കിയെല്ലാം ഒന്നെങ്കിൽ ഫൗണ്ടേഷൻ ഇൻ്റർ അല്ലെങ്കിൽ ഇൻ്റർ ഫൈനൽ. ഈ 3 ലെവലിലും നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് പേപ്പറാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ അക്കൗണ്ടിങ് ഉണ്ട്, ഇൻ്ററിൽ അഡ്വാൻസ് അക്കൗണ്ടിങ് ഉണ്ട്, ഫൈനൽ ലെവലിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 ലെവലിൽ നമുക്ക് വരുന്നൊരു പേപ്പറാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതിൽ ഫൗണ്ടേഷൻ ലെവലിൽ ഒരു ബേസിക് അക്കൗണ്ടിങ്, ഒരു സ്ഥാപനത്തിൻ്റെ ബേസിക് അക്കൗണ്ടിങ് ചെയ്യാനുള്ളൊരു നോളജ് നിങ്ങൾക്ക് കിട്ടും ഫൗണ്ടേഷൻ ക്ലാസ് കൊണ്ട്. ജേണലിൽ എഴുതാനും ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യാനും അതിൽ നിന്ന് പിയാൻഡൽ ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനും ഇങ്ങനൊരു ബേസിക് അക്കൗണ്ടിങ് എല്ലാം നമുക്ക് പഠിക്കാനുണ്ട് ഫൗണ്ടേഷൻ ലെവൽ. ഇനി ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് പേപ്പർ 1 അഡ്വാൻസ്ഡ് അക്കൗണ്ട്സിനെ അതിനെ 3 മൊഡ്യൂൾസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 3 മൊഡ്യൂൾസ്, മൊഡ്യൂൾ 1 to 3. അതിലെ ഫസ്റ്റ് 2 മൊഡ്യൂൾസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. മൊഡ്യൂൾ 1 and 2 AS എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. എന്താ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്? അതിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രഡക്ഷൻ. എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അത് എന്തൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കബിലിറ്റി, എന്തൊക്കെയാണ് ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതിൻ്റെ ഫ്രെയിംവർക്ക്, പിന്നെ ആപ്ലിക്കബിലിറ്റി ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇതിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രഡക്ഷൻ പ്ലസ് കുറച്ച് പ്രസൻറ്റേഷൻ ഡിസ്ക്ലോഷർ ബേസ്ഡ് കുറച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇത് ആണ് ഫസ്റ്റ് 2 മൊഡ്യൂളിലും. ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് 2 മൊഡ്യൂളിലും നമുക്ക് പഠിക്കാനുള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അറൗണ്ട് ഒരു 60% to 65% വെയിറ്റേജും ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനായിരിക്കും. എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് വെയിറ്റിംഗ് വരുന്നുണ്ട് ഏതിന്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്. അപ്പോൾ ഇൻ്റർവ്യൂ പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏതെന്ന് ചോദിച്ചാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ചോദിക്കും എന്താ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്? ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക് ഒരു ഫെമിലാരിറ്റി ഉണ്ടാവും, ഫൗണ്ടേഷൻ കഴിഞ്ഞ ആൾക്കാർക്ക് ഒരു ചെറിയ പരിചയം കാണും. കാരണം ഒരു ചെറിയ യൂണിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫൗണ്ടേഷനിൽ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു 6th യൂണിറ്റ് 7th യൂണിറ്റ് ഒക്കെ ആയിട്ട് നമുക്കൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു ബേസിക്സ് നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. 7th യൂണിറ്റ് ആയിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് ഒരു ബ്രീഫ് ഇൻട്രഡക്ഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ചെയ്യുമ്പം നമ്മൾ പാലിക്കേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതൊരു എൻട്രി മാത്രം അറിഞ്ഞാൽ പോരാ. അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിൻ്റേതായ കുറച്ച് സ്പെസിഫിക് സ്റ്റാൻഡേർഡ്സ്, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് കംപ്ലൈ ചെയ്ത് വേണം നമ്മൾ അക്കൗണ്ടിങ് ചെയ്യാൻ. അതെന്താണ്? അതാണ് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ നമുക്ക് പഠിക്കാനുള്ളത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് തന്നെ ഇന്ന് ഇന്ത്യയിൽ 2 ടൈപ്പ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. 2 ടൈപ്പ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഈ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഫൈനൽ ലെവലിൽ നമുക്ക് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ് പഠിക്കാനുള്ളത്. പിന്നെ അങ്ങോട്ട് ഇൻ്റർ ലെവലിലാണ് നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിക്കാനുള്ളത്. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ബ്രീഫ് ഒരു ഇൻട്രഡക്ഷൻ പറയാനാണെങ്കിൽ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ജേണൽ എൻട്രി മാത്രം അറിഞ്ഞാൽ പോരാ. അതിന് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്? അതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. ടോട്ടൽ ഇപ്പം ആപ്ലിക്കബിൾ ആയിട്ട് 27 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഉള്ളത്. ഈ 27 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഇൻ്റർമീഡിയറ്റിൽ നമ്മൾ 2 മൊഡ്യൂളായിട്ട് പഠിക്കും. ഫസ്റ്റ് മൊഡ്യൂൾ ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ. അപ്പോൾ നല്ല വോളിയം ഉണ്ട്.
27 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് പ്രാക്ടിക്കലി പഠിക്കാനുള്ള. ആ 27 സ്റ്റാൻഡേർഡ്സും നമ്മളെവിടെ പഠിക്കും. പ്ലസ് തേർഡ് മൊഡ്യൂളിൽ മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത് കമ്പനി അക്കൗണ്ട്സ്. കമ്പനി അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി അക്കൗണ്ട്സ് ഫൗണ്ടേഷൻ ലെവലിൽ ഓൾറെഡി ഒന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു കമ്പനിയുടെ അക്കൗണ്ടിങ് എങ്ങനെയൊക്കെ ചെയ്യണം, അതിൻ്റെ ബേസിക് ഷെയറിൻ്റെയും ഡെബിഞ്ചറിൻ്റെയും അക്കൗണ്ടിങ് മാത്രം. ഒരു ഷെയറും ഡെബിഞ്ചറും ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം അത് മാത്രമാണ് നമ്മൾ ഫൗണ്ടേഷൻ ലെവലിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ തേർഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. തേർഡ് മൊഡ്യൂളിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, നമ്മളൊരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെയും പാർട്ട്ണർഷിപ്പിൻ്റെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നമ്മൾ ഫൗണ്ടേഷൻ ലെവലിൽ പഠിച്ചിട്ടുള്ളൂ. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, വലിയൊരു ഫോർമാറ്റൊക്കെ കാണിച്ച് ഞാൻ ഫൗണ്ടേഷൻ ലെവലിൽ പിള്ളേരെ പഠിപ്പിക്കാറുണ്ട്. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം അത് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർ ഓൾറെഡി ഇത് ഫെമിലർ ആയിരിക്കും, പഠിച്ചിട്ടുണ്ടാവും. ഇനി കമ്പനിയുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതായത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, P&L അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. ഇത് മുഴുവൻ ചാപ്റ്റർ 11 നമുക്ക് പഠിക്കാനുണ്ട്. ബൈ ബാക്ക് ഓഫ് സെക്യൂരിറ്റീസ്, കമ്പനി ഷെയർ എങ്ങനെ ഇഷ്യൂ ചെയ്യണം, അതൊക്കെ നിങ്ങൾ ഫൗണ്ടേഷൻ ലെവലിൽ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ പഠിച്ചിട്ടുണ്ടാവും. അത് ബൈ ബാക്ക് ചെയ്യുവാണെങ്കിൽ, തിരിച്ച് കമ്പനി മേടിക്കുവാണെങ്കിൽ കമ്പനിക്ക് കമ്പനിയുടെ തന്നെ ഷെയർ മേടിക്കാൻ വേണ്ടി പറ്റും. മേടിച്ചിട്ട് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ബൈ ബാക്ക് ഓഫ് സെക്യൂരിറ്റീസ്. അമാൽഗമേഷൻ ഓഫ് കമ്പനീസ്, 2 കമ്പനികൾ കൂടി ചേർന്ന് ഒരു പുതിയ കമ്പനിയായി മാറുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് അമാൽഗമേഷൻ. സിമ്പിളർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ പണ്ട് വോഡാഫോണും ഐഡിയയും ജിയോയുടെ കോമ്പറ്റീഷൻ വന്നപ്പം രണ്ടും കൂടെ മെർജ് ചെയ്ത് ഒറ്റ ഒരു പുതിയ കമ്പനിയായി VI അല്ലേ. അങ്ങനെ 2 കമ്പനികൾ കൂടി ചേർന്ന് അമാൽഗമേറ്റ് ചെയ്ത് പുതിയൊരു കമ്പനി ആവുകയാണെങ്കിൽ എങ്ങനെ അതിൻ്റെ അക്കൗണ്ടിങ് ഒക്കെ ചെയ്യണം? അമാൽഗമേഷൻ ഓഫ് കമ്പനീസ്. ഒരു കമ്പനി ലോസ് വന്ന് കമ്പനി റെപ്യൂട്ടേഷനൊക്കെ പോയി, അല്ലെങ്കിൽ കമ്പനി ലോസ് വന്ന് അതിൻ്റെ റിയൽ പൊസിഷൻ അല്ല അതിരിക്കുന്നത്, അതൊന്ന് റീസ്ട്രക്ചർ ചെയ്തെടുക്കുവാണ്. അങ്ങനെ കമ്പനി എന്തെങ്കിലും ഈ ഫിനാൻഷ്യൽസ്, അതായത് ഒരു കമ്പനി നഷ്ടത്തിലായി ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ കുറേ അസറ്റ്സ് ഉണ്ട്, പക്ഷേ ഇൻ റിയൽ വർത്ത് അത്ര അസറ്റ്സ് ഇല്ല. ബാലൻസ് ഷീറ്റിൽ ലക്ഷങ്ങളിൽ അസറ്റ് ഉണ്ട്, പക്ഷേ അതെല്ലാം കൂടെ വിട്ട് കഴിഞ്ഞാൽ തൗസൻഡ്സേ കിട്ടുള്ളൂ. അപ്പം അതിനെ റിയൽ പൊസിഷനിലേക്ക് മാറ്റിയെടുത്ത് അതൊന്ന് റീസ്ട്രക്ചർ ചെയ്ത് കമ്പനി ഒന്നുകൂടെ റെഡിയാക്കി എടുക്കുന്ന പരിപാടിയാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഇതല്ലാതെ കമ്പനി അക്കൗണ്ട്സ് ഓഫ് ബ്രാഞ്ചസ്. അപ്പം ശരിക്കും പറഞ്ഞാൽ തേർഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള കമ്പനി അക്കൗണ്ട്സും ഉണ്ട്, ബ്രാഞ്ച് അക്കൗണ്ടിങ്ങും ഉണ്ട്. ഇതിൻ്റെ മജോറിറ്റിയും ഒരു ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക് ഒരു ബേസിക് ഒരു ഐഡിയ കാണുമായിരിക്കും ഈ ബ്രാഞ്ച് അക്കൗണ്ട്സിനെ കുറിച്ചൊക്കെ. ഇതൊരു 6 മാർക്സിന് ടോപ്പിക്കാണ് ബ്രാഞ്ച് അക്കൗണ്ട്സ്. ബാക്കി അറൗണ്ട് ഒരു 30 മാർക്സ് വെയിറ്റേജ് വരുന്നൊരു ടോപ്പിക്കാണ് ഈ കമ്പനി അക്കൗണ്ട്സ് എന്ന് പറയുന്നത്, 30-35 മാർക്സ്. ചുരുക്കി പറഞ്ഞാൽ 3 മൊഡ്യൂളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, മാർക്ക് വൈസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മൊഡ്യൂളാണ് ഈ കമ്പനി അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൊണ്ട് നമുക്ക് പഠിക്കാം. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകളിൽ മെയിൻലി 2 തിരിക്കാം. ബ്രാഞ്ച് അവിടെ നിൽക്കട്ടെ. കമ്പനി അക്കൗണ്ട്സ് ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 27 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിനെ കുറേ ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് പഠിക്കാനുണ്ട്, 2 മൊഡ്യൂളായിട്ട് പഠിക്കാനുണ്ട്. ഒരു 60-65% മാർക്കും അതിൽ നിന്ന് തന്നെയായിരിക്കും. പിന്നെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ബൈബാക്ക്, അമാൽഗമേഷൻ, ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ, ബ്രാഞ്ചസ്, ഇങ്ങനൊരു മൊഡ്യൂളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 15 ചാപ്റ്റേഴ്സ് ആയിട്ട് 3 മൊഡ്യൂൾസ് ആയിട്ട് നല്ലൊരു വോളിയം നമുക്ക് പഠിക്കാനുണ്ട്. ഒറ്റ കാര്യം പറഞ്ഞാൽ നല്ലൊരു വോളിയം, ആ വാക്ക് ഞാൻ ഒന്നുകൂടെ സ്ട്രെസ് ചെയ്യുന്നു. CA കോഴ്സിൻ്റെ ഒരു പ്രശ്നം പറയുന്നത് അതൊരു വോളിമിനസ് ആയിട്ടുള്ള കോഴ്സാണ്. നല്ലൊരു വോളിയം നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം? ഇത്രയും വോളിയം കവർ ചെയ്ത് എക്സാമിന് ഈ അറ്റംപ്റ്റിന് പ്രിപ്പയർ ചെയ്യണം. അതുകൊണ്ട് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് പറയുന്നുള്ളൂ, Day 1 തൊട്ട് നമ്മൾ പഠിച്ച് തീർത്ത് പോരണം. പൊതുവേ നമ്മൾ ചെയ്യുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് എന്താ? പൊതുവെ നമ്മൾ എപ്പോഴാണ് പഠിക്കുന്നത്? ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു ട്രാക്ക് കിട്ടിക്കാണും ഏകദേശം. പൊതുവേ നമ്മൾ എപ്പോഴാണ് പഠിക്കുന്നത്? ഇപ്പോൾ ഡിഗ്രി സ്റ്റുഡൻസിനോട് എൻ്റെ ക്വസ്റ്റ്യൻ, എപ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്? അവസാനത്തെ സ്റ്റഡി ലീവിന്, ഒരു എക്സാം സെം ബ്രേക്കിന് ഒരു ടൈമിലിരുന്ന് അങ്ങ് പഠിക്കും, എക്സാം എഴുതും. അതുപോലെ പ്രൊഫഷണൽ കോഴ്സിനെ അപ്പയർ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ഒറ്റ പ്രശ്നം ഇത്രേ ഉള്ളൂ, നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചതിന് തുല്യമായിട്ടുള്ള ഒരു വോളിയം ഈ ഒരു 6 സബ്ജക്റ്റുകൾ കൊണ്ട്, 6 പേപ്പറുകൾ കൊണ്ട് ഏകദേശം കവർ ചെയ്യാനുണ്ട്. അപ്പം ഡിഗ്രിയുടെ സെം ബ്രേക്ക് പോലെ തന്നെ ഈ ഒരു സമയം ഫുള്ള് യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ഒരു 8 മാസവും ക്ലാസ്സിനൊപ്പം തന്നെ പഠിച്ചു വരിക. അല്ലാതെ ഇത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പഠിക്കാൻ വേണ്ടി ഇരുന്നാൽ സമയം തികയത്തില്ല.
കാരണം അവസാനത്തെ ഒരു സ്റ്റഡി ലീവ് ഒരു മാസം, 1.5 മാസം, 2 മാസം കൊണ്ട് നമുക്ക് ഫുള്ള് തീർക്കാൻ വേണ്ടി പറ്റില്ല. പഠിച്ചുകൂടെ തീർക്കാനുള്ള സമയം CAയിൽ കിട്ടത്തില്ല, 2 ഗ്രൂപ്പും കവർ ചെയ്യാൻ കിട്ടത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ക്ലാസ് എപ്പോഴാണ് തുടങ്ങുന്നത് അപ്പോൾ തൊട്ട് നിങ്ങൾ പഠിച്ച് തീർത്ത് പോരുക. ഡേ 1 തൊട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ അതെല്ലാം പഠിച്ച് തീർത്ത് പോരുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു റിവിഷൻ തരും, ഇടയ്ക്കിടയ്ക്ക് എക്സാംസ് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോവുക. ഒറ്റ കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, അക്കൗണ്ട്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫൗണ്ടേഷനിലെ കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ ഒന്നും മറന്നിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നില്ല. എന്നുണ്ടെങ്കിൽ ഒന്ന് ബേസിക്സ് ഒന്ന് കമ്പനി അക്കൗണ്ട്സിൻ്റെ ബേസിക്സും കമ്പനിയുടെ ഒരു പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ഫിനാൻഷ്യൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ബേസിസ് ഒന്ന് നോക്കി വെക്കുക. ഇനി ഡിഗ്രി കഴിഞ്ഞു, കൊമേഴ്സ് ആണെങ്കിലും ഈ ഒരു ബേസിക് കമ്പനി അക്കൗണ്ട്സിൻ്റെ ആ ഒരു ബേസിക്സ്, ജേണൽ ഷെയറിൻ്റെയും ഡെബിഞ്ചറിൻ്റെയും ഒക്കെ ബേസിക് ഇഷ്യൂവിൻ്റെ എൻട്രീസും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കി വെക്കുക. ഈ ഒരു ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി വെച്ചാൽ നല്ലതാണ്, നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നോൺ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് എൻട്രിക്കാർ ഫൗണ്ടേഷൻ്റെ ബേസിക് ക്ലാസ്സസ് ഒന്ന് അവൈൽ ചെയ്ത് ഒന്ന് ഈ സമയത്ത് പഠിച്ചു വെച്ചാൽ നല്ല കാര്യം. ബേസിക്സ് എങ്കിലും, ഒരു ജേണൽ എങ്ങനെ എഴുതണം, ലെഡ്ജർ എങ്ങനെ എഴുതണം, ട്രയൽ ബാലൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിൽ നിന്ന് ഒരു P&L ബാലൻസ് ഷീറ്റും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, പിന്നെ കമ്പനിയുടെ ഷെയറും ഡെബിഞ്ചറൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അക്കൗണ്ട്സ് എൻട്രീസ് എന്നുള്ള ഇത്രയും ടോപ്പിക്കെങ്കിലും ഒന്ന് കവർ ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ക്ലിയർ? ഇതുപോലും കവർ ചെയ്യാതെ വന്നിട്ടും ഇൻ്റർവ്യൂവിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ അക്കൗണ്ട്സ് ഒക്കെ പാസ്സായി പോയ സ്റ്റുഡൻസും ഉണ്ട്. പക്ഷേ എന്നാലൊരു സ്റ്റാർട്ടിങ് ട്രബിൾ നിങ്ങളുടെ മാറ്റാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. പിന്നെ ഒറ്റ കാര്യം, ഡിഗ്രി പഠിച്ചതുപോലെ എല്ലാം തീർത്ത് അവസാനം പഠിക്കാമെന്നോർത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തീരുന്നൊന്നും വരില്ല. ഡേ 1 തൊട്ട് നിങ്ങൾ പഠിച്ച് തീർത്ത് പോരുക. നല്ലൊരു വോളിയം നമുക്ക് പഠിക്കാനുണ്ട്. അറൗണ്ട് ഒരു അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് ഒരു 35 ഡേയ്സ് ക്ലാസ്സസ് കാണും ഇത് ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത്രയും ഒരു വോളിയം നമുക്ക് പഠിപ്പിക്കാനുണ്ട്. ക്ലിയർ? ഏറ്റവും കൂടുതൽ വോളിയമുള്ള പേപ്പർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ടാക്സേഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് ആണ് CAയിൽ. അപ്പം വോളിയം നല്ല രീതിയിൽ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഡേ 1 തൊട്ട് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവുക, പഠിച്ചു പോരുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോരുക. പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ്, ഇൻ്റർ അത്രയ്ക്ക് ടഫാണോ? ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ബുദ്ധിമുട്ട് ക്ലിയർ ചെയ്ത ഒരാളാണ്. എനിക്ക് തോന്നിയേക്കുന്ന ഒരു കാര്യം ഇത്രേ ഉള്ളൂ, ഒരു കാര്യം കുറേ തവണ പഠിക്കാനുള്ള സമയം പൊതുവെ ഇൻ്റർവ്യൂ നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ട് ഒറ്റ തവണ പഠിച്ചാൽ അത് എന്നും ഓർത്ത് നിൽക്കുന്ന രീതിയിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കി തന്നെ പഠിക്കുക. ബൈ ഹാർട്ട് ആരും പഠിക്കരുത്. കാര്യം എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക. അത് നിങ്ങൾ ഇവിടുത്തെ ഓരോ സബ്ജക്റ്റ് എക്സ്പേർട്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇന്ന് കേരളത്തിൽ വെച്ച് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആൾക്കാരാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ആ ഓരോരുത്തരും അവരവരുടെ സബ്ജക്റ്റിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കും. അപ്പം ഇഷ്ടപ്പെട്ട് പഠിക്കുക, എന്ന് ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിൽ പഠിക്കുക. തട്ടിക്കൂട്ട് പഠിത്തം കൊണ്ട് നടക്കില്ല. കാരണം ഡിഗ്രിയും +2 ഒക്കെ ചിലപ്പോൾ തട്ടിക്കൂട്ട് പഠിത്തം കൊണ്ട് നടക്കും. കുറേ ബൈ ഹാർട്ട് പഠിച്ചു അതേ ക്വസ്റ്റ്യൻ വരുന്നു. ഇവിടെ ബൈ ഹാർട്ട് നോളജ് അല്ല, നമുക്ക് ആപ്ലിക്കേഷൻ നോളജാണ് ഇൻ്റർ ലെവലിൽ വേണ്ടത്. അതിനൊരു ഡീറ്റെയിൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ഫസ്റ്റ് ഡേ തൊട്ട് നമ്മളൊരു എന്ത് ചെയ്യണം, ആ ഒരു ടച്ചിലേക്ക് വരണം, ട്രാക്കിലേക്ക് വരണം. അപ്പം അതിന് വേണ്ടിയുള്ള ഒരു ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം ഇത്രയും പഠിക്കാനുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്നുള്ള ക്വസ്റ്റിന്, അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഫൗണ്ടേഷൻ ലെവലിൽ പഠിച്ചില്ല, ഒരു ബേസിക് അക്കൗണ്ട് പഠിച്ചുള്ളൂ. അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. എങ്ങനെ അക്കൗണ്ട് ചെയ്യണം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പറയുന്നത് പോലെ അക്കൗണ്ട് ചെയ്യണം. അതെന്താണെന്നെല്ലാം നമുക്ക് ഇവിടെ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ പഠിക്കാനുണ്ട്. ശേഷം നമുക്ക് ക്ലാസ്സിൽ പഠിക്കാം. അപ്പം ഇത്രയാണ് പറയാനുള്ളത്. സ്കോറിംഗ് പേപ്പറുകളിൽ ഒന്നാണ് അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിൽ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഒരു 91 വരെയൊക്കെ അക്കൗണ്ട്സ് സ്കോർ ചെയ്തിട്ടുണ്ട്. 80 എബോവ് കുറേ സ്റ്റുഡൻസ്, 6 to 7 സ്റ്റുഡൻസ്, എക്സെപ്ഷൻ ഒരു 50-60 സ്റ്റുഡൻസ് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പം സ്കോറിംഗ് പേപ്പറാണ് അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 60 മാർക്ക് എയിം ചെയ്ത് പഠിക്കേണ്ട സബ്ജക്റ്റാണ് അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ്. ഒറ്റ പ്രശ്നം, നല്ലൊരു വോളിയം നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഡേ 1 തൊട്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ശേഷം നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു പോരാം. ക്ലാസ്സിൽ ക്ലിയർ, നല്ലൊരു മാർക്ക് മേടിച്ച അവസാനം നമുക്ക് പാസ്സാവാം. ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഏറ്റവും ഫേവറേറ്റ് ഒരു സബ്ജക്റ്റായിട്ട് അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനിയുള്ള ഒരു 5-8 മാസം ഈ ഒരു ജേണിയിൽ നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാവും. അപ്പം കട്ട സപ്പോർട്ടായിട്ട് നിങ്ങളും ഉണ്ടായിരിക്കണം. ഓക്കെ, ബൈ ബൈ.